بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികൾ, മഹത്തുക്കൾ, സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് നമ്മുടെ ഈ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികൾക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. രണ്ട് വാക്ക് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നാം ഒന്നിക്കണം. വിവിധ മതങ്ങളും ചിന്താധാരകളുമുള്ള ഇന്ത്യ രാജ്യത്ത് എണ്ണിപ്പറയാൻ കഴിയാത്ത അത്രയും മതങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. എല്ലാവരും ഒരേ പ്രസംഗം വർഗീയത പാടില്ല, സമത്വം വേണം, ഐക്യം വേണം എന്ന 3-4 പദം പ്രസംഗിക്കാത്ത ആരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം വെക്കുന്നതിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ. വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു വർഗത്തിൻ്റെ ആശയം, ആദർശം മറ്റൊരു വർഗത്തിൽ അടിച്ചേൽപ്പിക്കുകയും അവർ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ, മറ്റുള്ള ചിന്താഗതിക്കാർ ഒരിക്കലും ഇവിടെ പാടില്ല എന്ന് ചിന്തിക്കുന്നതിനാണ് വർഗീയത എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ വർഗങ്ങളും എല്ലാ ജാതി മതക്കാരും അവരുടെ മതം പൂർണ്ണമായി പിൻപറ്റുന്നതിന് വർഗീയത എന്ന് പറയില്ല. മുസ്ലിം സമുദായം ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതമെന്ന് വിശ്വസിക്കുകയും ആ മതം മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ഹൈന്ദവ മത അനുയായികൾ അവരുടെ മതം മുറുകെ പിടിക്കുന്നു. ക്രൈസ്തവ മതാനുയായികൾ അവരുടെ മതം ഇവിടെ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ജൈനനും ബുദ്ധനും മറ്റ് മതമുള്ളവരും മതമില്ലാത്തവരുമെല്ലാം അവരവരുടെ ആശയങ്ങൾ ഇവിടെ മുറുകെ പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് മറ്റൊരു വിഭാഗം എതിർക്കാതിരിക്കുക എന്നതാണ് സൗഹാർദ്ദം, മതമൈത്രി എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുതായി പൊന്തി വന്നിട്ടുള്ള ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്, ഇത് യഥാർത്ഥത്തിൽ വർഗീയതയാണ്. കാരണം ഏക സിവിൽ കോഡ് ഇവിടെ വന്നാൽ ഏതെങ്കിലും ഒരു ആശയം, ആദർശം
അത് മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ മറ്റുള്ളവരെല്ലാം എന്തു ചെയ്യണം? ഈ ഏക മതം, ഏക സിവിൽ കോഡ് ആരുടേതാണ്? ഏതാണ് ഇവിടെ പ്രചരിപ്പിക്കേണ്ടത്? ഏക സിവിൽ കോഡ് വന്നാൽ അത് ഹൈന്ദവ സിവിൽ കോഡാണോ, ക്രൈസ്തവമാണോ, അതല്ല ഹിന്ദുവാണോ, മുസ്ലിംകളാണോ? ആരുടെ സംസ്കാരമാണ് ഏക സിവിൽ കോഡായി ഇവിടെ നിലനിർത്തേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ആ മറുപടിയില്ലാത്ത വാദം തികച്ചും കഴമ്പില്ലാത്തതും ബുദ്ധിരഹിതവും ചിന്തിക്കാൻ പോലും സാധിക്കാത്തതും ആണ്. അതിലുപരി ഞാൻ പറയുന്നു, വർഗീയത ഉണ്ടാക്കി തീർക്കലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വർഗത്തിൻ്റേത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വാദം ഇല്ലേ ഇല്ല. ഹൈന്ദവർക്കെതിരായി, ക്രൈസ്തവർക്കെതിരായി, മറ്റ് മതസ്ഥർക്കെതിരായി ആഞ്ഞടിക്കണമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവനെയാണ് ഞങ്ങൾ വർഗീയവാദിയായി മനസ്സിലാക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കൊല്ലം എത്രയായി? 70 വർഷമായി റിപ്പബ്ലിക്. ഈ 70 വർഷത്തിൻ്റെ ഇടയിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ജാതി മതക്കാരും അവരുടെ മതമനുസരിച്ചും ആശയമനുസരിച്ചും ജീവിച്ചു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ കുഴപ്പമില്ലാതെ രാജ്യം മുന്നോട്ട് നീങ്ങുന്നത്. അതിനിടയിൽ ഒരു പ്രത്യേക ചിന്താഗതിയുമായി വന്നാൽ അതൊരിക്കലും ഇവിടെ വളരുകയില്ല. അതാണ് കഴിഞ്ഞുപോയ മഹാത്മാർ ഇവിടെ പഠിപ്പിച്ചത്. തിരുവനന്തപുരം ഭീമാ പള്ളി, ഭീമാ അബൂബക്കർ, 2 പേർ ഏറ്റവും വലിയ മതഭക്തരും ഔലിയാക്കളും ആയിരുന്നു. അവിടെ ഇന്നും ഹൈന്ദവർ ദർശനത്തിന് പോകുന്നു, ക്രൈസ്തവർ ദർശനത്തിന് പോകുന്നു. ഈ 2 പേരും മുസ്ലിംകളാണെങ്കിലും അവരുടെ സ്ഥാനത്ത് എല്ലാ മതക്കാരും പോകുന്നത് എന്തുകൊണ്ട്? അവരുടെ ജീവിതകാലത്ത് ഇസ്ലാം ഇവിടെ വളർത്തുന്നതിന് വേണ്ടി അടിച്ചമർത്തൽ സ്വഭാവം അവർ ചെയ്തിട്ടില്ല. മറിച്ച് അവരിൽ നിന്നുണ്ടായ കറാമത്തുകൾ, അമാനുഷിക സംഭവങ്ങൾ, ആ സംഭവത്തിലൂടെ പലരും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ടാകാം. ഇതല്ലാതെ അടിച്ചമർത്തി അവരുടെ അടുക്കൽ വരുന്ന മുഴുവൻ ആളുകളെയും മുസ്ലിമാക്കാനുള്ള ഒരു നിർബന്ധ അവസ്ഥാവിശേഷം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് ഭീമാ പള്ളിയിൽ ഭീമാ അബൂബക്കർ 2 പേരുടെയും മഹത്തായ ആ അവസ്ഥ കൊണ്ടാണ് ഇന്നും എല്ലാ ജാതി മതങ്ങളും അവിടെ സന്ദർശിക്കുകയും ദർശനം നടത്തുകയും ചെയ്യുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് കേരളത്തിലെ കഴിഞ്ഞുപോയ വലിയ വലിയ സൂഫി വര്യന്മാരുടെ എല്ലാവരുടെയും ചരിത്രം. ഒരു ചെറിയ സംഭവം 1 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയിൽപ്പെട്ട പെരിങ്ങത്തൂർ എന്ന സ്ഥലമുണ്ട്. അവിടെ 800 വർഷത്തിന് മുമ്പ് അറബ് രാഷ്ട്രത്തിൽ നിന്നും വന്ന, കൂഫയിൽ നിന്ന് വന്ന
ഒരു മഹാപണ്ഡിതൻ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഖബറുകളും കാണാം. 800 വർഷം മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കറാമത്തുകൾ അതുകൊണ്ട് ജനങ്ങൾ ആകർഷിച്ചു തുടങ്ങി. വെള്ളപ്പാണ്ട് രോഗിയുടെ ശരീരത്തിലൊന്ന് തൊട്ടാൽ ആ രോഗം മാറിപ്പോകുന്നു. കുഷ്ഠവ്യാധിക്ക് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ രോഗം മാറുന്നു. മറ്റു ചില രോഗങ്ങൾ വേണ്ടേ വേണ്ട, ഇവിടെ രോഗം വേണ്ട എന്ന് വായ കൊണ്ട് പറയുന്നതിനാൽ രോഗം മാറുന്നു. ഇങ്ങനെയുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായപ്പോൾ ജാതി മതഭേദമന്യേ അദ്ദേഹത്തെ സമീപിക്കാൻ തുടങ്ങി. മുസ്ലിംകൾ ധാരാളമായി വരുന്ന സമയം മറ്റു മതക്കാരും വരാൻ തുടങ്ങി. മുസ്ലിംകൾക്ക് നിസ്കരിക്കാൻ പള്ളി വേണം. ഒരു ദിവസം അവിടുന്ന് പറഞ്ഞു, നമുക്കൊരു പള്ളി വേണമല്ലോ, അതിന് സ്ഥലം ഇവിടെ കിട്ടാനുണ്ടോ എന്ന്. ഈ വാക്കുകൾ കേട്ട ഹൈന്ദവ സഹോദരന്മാർ നേരെ പിറ്റേ ദിവസം രാവിലെ അലിയുൽ കൂഫി തങ്ങളുടെ വീട്ടിലെത്തുന്നു. തങ്ങളെ, ഞങ്ങളെ കൈവശത്തിൽ ധാരാളം അമ്പലങ്ങളുണ്ട്, 1 or 2 അമ്പലം നിങ്ങൾക്ക് പള്ളിയാക്കാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റടിക്കത് വേണ്ട എന്നും വേണമെന്നും പറയാതെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഇരുത്തി വെള്ളം കൊടുത്തു. അവരോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഈ അമ്പലം നിങ്ങളുടെ സ്വന്തമാണോ അതല്ല കൂട്ടുസ്വത്താണോ? പലരും പറഞ്ഞു, ഇത് തറവാട് വകയുള്ള സ്വത്താണ്, ഞങ്ങളതിൻ്റെ നോട്ടക്കാർ മാത്രമാണ്. മറ്റു ചിലർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശത്തിൽ ഉള്ള അമ്പലം ഞങ്ങൾ തന്നെ അമ്പലമാക്കിയിട്ടുള്ളതാണ്, ഞങ്ങളുടെ സ്വന്തം അവകാശമാണ്, മറ്റാർക്കും അധികാരമില്ല. അത് തരട്ടെ. അലിയുൽ കൂഫി തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങളുടെ സ്വന്തം കൈവശത്തിലുള്ളതാണെങ്കിൽ പോലും അത് ഞാൻ പള്ളിയാക്കി മാറ്റിയാൽ ഭാവിയിൽ ഒരു കാലം വരും, അന്ന് ഈ പള്ളിയുടെ അടിസ്ഥാനം അമ്പലമായിരുന്നു എന്ന് കണ്ടാൽ മുസ്ലിം സമുദായം അമ്പലം പിടിച്ചെടുത്ത് പള്ളിയാക്കിയതാണെന്ന് ഏതെങ്കിലും ഹൈന്ദവ സുഹൃത്ത് പറയുന്ന പക്ഷം അവിടെ ഹിന്ദു മുസ്ലിം സംഘട്ടനം ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്പലമായിപ്പോയത് ഞങ്ങൾക്ക് പള്ളിയാക്കാൻ വേണ്ട എന്ന് പറയുകയും, നിങ്ങൾ സംഭാവന തന്നാൽ മുസ്ലിംകളുടെ സംഭാവന പോലെ തന്നെ ഞാൻ സ്വീകരിക്കും എന്ന് പറയുകയും ചെയ്ത ആ മഹാനവറുകൾ സ്ഥാപിച്ച പള്ളി അലിയുൽ കൂഫി തങ്ങളുടെ പള്ളി പെരിങ്ങത്തൂരിൽ ഇന്നും ഉണ്ട്. മാത്രമല്ല 100ഓളം ഏക്കർ വരുന്ന ഖബർസ്ഥാൻ, ശ്മശാന സ്ഥലവും അവിടെ ഉണ്ട്. ഇതെല്ലാം സംഭാവന കൊണ്ട് പിരിച്ചുണ്ടാക്കി വാങ്ങിയതാണ്. അതായിരുന്നു കഴിഞ്ഞുപോയ മുസ്ലിം നേതാക്കളുടെ അവസ്ഥ. മമ്പുറത്ത് തങ്ങളുടെയും അതുപോലെ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെയും സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളുടെയും അങ്ങനെ കഴിഞ്ഞുപോയ എല്ലാ ഔലിയാക്കളുടെയും എല്ലാ സൂഫി വര്യന്മാരുടെയും ചരിത്രം അതാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അതിനേക്കാളെല്ലാം വളരെയധികം വർഗീയ ചിന്താഗതി വളർന്നു വരുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. ഈ അവസ്ഥക്ക് അറുതി വരുത്താൻ നാം എല്ലാവരും ഒറ്റക്കെട്ടാവണം. ഒന്നായി ഇവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താൻ ശ്രമിക്കണം. അതേസമയത്ത് വിഷമങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ നാട്ടിൽ എത്ര പാവപ്പെട്ടവർ മരിച്ചു, ക്യൂവിൽ നിന്നുകൊണ്ട് എത്ര ആൾ മരിച്ചു, എത്ര ജനങ്ങൾ പട്ടിണി കിടക്കുന്നു, വിഷമിക്കുന്നു. വലിയ വലിയ പണക്കാരൊക്കെ നേരത്തെ തന്നെ അവർ അതിൻ്റെ ഭദ്രത ചെയ്തു കാണും. ഇവിടെ പാവപ്പെട്ട സ്ത്രീകളുണ്ട്. എൻ്റെ മകളെ പറഞ്ഞയക്കാൻ
ഒരു ചെറിയ വീട് കെട്ടാൻ, അതല്ലെങ്കിൽ മറ്റു വല്ല സൗകര്യങ്ങളും ചെയ്യാൻ ഒരല്പം കൂടി കാശ് വേണം. എൻ്റെ കയ്യിലൊരു 10 ലക്ഷം ഉറുപ്പികയുണ്ട്, ഇനി ഒരു 5 ലക്ഷം കൂടി കിട്ടിയാൽ എനിക്കൊരു സ്ഥലം വാങ്ങാം എന്ന് വെച്ചുകൊണ്ട് മെല്ലെ 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 ഉണ്ടാക്കി വെച്ച എത്രയോ സഹോദരിമാർ, അല്ലെങ്കിൽ 5000 ഉറുപ്പികയുണ്ട്, 2000 ഉറുപ്പികയുണ്ട്, അത് വർദ്ധിപ്പിച്ചിട്ട് വേണം എൻ്റെ മകൾക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാൻ എന്നിങ്ങനെ വിവിധ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് സാധുക്കളായ സ്ത്രീകളും പുരുഷന്മാരും ഓരോ ദിവസവും രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം കിട്ടുന്ന കാശുകൾ സമാഹരിച്ചു വച്ചിട്ടുള്ള എത്ര പാവങ്ങളാണ് ഇപ്പോൾ റോട്ടിലായി പോയത്. ഇത് വല്ലാത്തൊരു വേദനിക്കുന്ന സംഭവമല്ലേ? ചരിത്രത്തിൽ തുല്യതയില്ലാത്തതല്ലേ? ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വളരെ സൗമ്യമായി ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇത് പറയുന്നവരെല്ലാം ശത്രുക്കളായി കാണാതെ, ഞാൻ ഇവിടുന്ന് പറഞ്ഞു, മന്ത്രി പറഞ്ഞു, മറ്റവർ പറഞ്ഞു, നമ്മുടെ എല്ലാ ആളുകളും പറഞ്ഞു, ഈ പറയുന്നവരെ മുഴുവനും ശത്രുക്കളായി കാണുന്നതിന് പകരം ഇതൊരു യാഥാർത്ഥ്യമാണ്. ജനങ്ങളെ റോട്ടിലിറക്കി കൊല്ലുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് തികച്ചും മനസ്സിലാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റ ആശയത്തിലായി, ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമുണ്ടെങ്കിലും മറ്റ് ജാതി മതത്തിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ ഐക്യം ഇവിടെ ഭദ്രമാക്കണം. ഏക സിവിൽ കോഡ് ഒരിക്കലും സാധ്യമല്ല, അതിന് ആരും അനുവദിക്കുകയില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം നിർത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വിശിഷ്ട വ്യക്തികളെല്ലാം സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ട് പോവുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ വിദ്യാർത്ഥി സംഘടന SSF ഈ കേരളത്തിലുടനീളം നൂറുകണക്കായ ഇതുപോലുള്ള നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന സംഘടനകളാണ്. ആ സംഘടനക്ക് നിങ്ങൾ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. SSF വിദ്യാർത്ഥികളെ നിങ്ങൾ സഹായിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.